റോയൽ എൻഫീൽഡ് ഈ അടുത്ത് നമ്മൾ ഷോറൂമിൽ കയറിയപ്പോൾ റോയൽ എൻഫീൽഡ് E80 സപ്പോർട്ട് ചെയ്യുന്ന ഇഞ്ചനായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ. എടാ, ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് EV ആണോ നല്ലത് അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയാണോ നല്ലത്? കാരണം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 വണ്ടിയൊക്കെ കാണാൻ പറ്റുള്ളൂ നമുക്ക് EV ആയിട്ട്. പക്ഷേ ഇപ്പോൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 40% മേലെ വണ്ടികളും ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? പെട്രോൾ വണ്ടിയാണോ അല്ലെങ്കിൽ EV ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ EV ആണ് കുറച്ചും കൂടി നന്നാവുക. അതും ഒരു ദിവസത്തിൽ ഒരു ബൈക്ക് എടുക്കുന്ന ആളാണെങ്കിൽ ഡെയിലി ഒരു 50-60 കിലോമീറ്റർ ഡെയിലി ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ EV ആണ് നല്ലത്. അതുപോലെ തന്നെ കാർ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ EV എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്ററോ അതിൻ്റെ മുകളിലോ ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ എനിക്ക് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 100 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല EV തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നീ പറഞ്ഞു മാർക്കറ്റിൽ നേരത്തെ എന്നോട് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 വണ്ടികൾ എന്ത് ചെയ്യുന്നുള്ളൂ EV കാണുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 40 അല്ലെങ്കിൽ 50 വണ്ടിയോളം EVകൾ തന്നെ ആയിരിക്കുള്ളൂ. ബാക്കി ഒരു 40-50% വണ്ടികൾ എന്ത് ചെയ്യുന്നുള്ളൂ പെട്രോളും ഡീസലൊക്കെ ആയിട്ടുള്ളൂ. ഡീസൽ പൊതുവെ ഇപ്പോൾ നിർത്തി വരുന്നുണ്ട്. ഇപ്പോൾ പെട്രോളാണ്. അതിപ്പോൾ തന്നെ ഹൈബ്രിഡായി വരുന്നുണ്ട്, പെട്രോളും ഹൈബ്രിഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു E20 പെട്രോളിൻ്റെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ പല വണ്ടികളും BS3 വണ്ടികൾ BS4 വണ്ടികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. E20 പെട്രോൾ അടിച്ചിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്, കാർബറേറ്റർ പ്രശ്നങ്ങൾ, ഇഞ്ചൻ പരമായിട്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ഈ അടുത്ത് നമ്മൾ ഷോറൂമിൽ കയറിയപ്പോൾ റോയൽ എൻഫീൽഡ് E80 സപ്പോർട്ട് ചെയ്യുന്ന ഇഞ്ചനായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ. E60 E80 വരെ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾ ഏത് പെട്രോൾ. അപ്പോൾ 80% വരെ എഥനോളും 20% പെട്രോളും വരെ ആകാം. ഏകദേശം ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 80% പെട്രോൾ ആകാം, അല്ലെങ്കിൽ 80% എഥനോൾ ആവാം എന്നുള്ള സെറ്റപ്പിലാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നത്. അപ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോകുമോ, പെട്രോൾ വണ്ടി എടുക്കുന്ന മണ്ടത്തരമായി പോകുമോ എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉപയോഗിച്ച് വണ്ടി മാറ്റുന്ന ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. എന്ന് വെച്ചാൽ അവർ ആ ഒരു ടൈമിൽ എടുക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള വണ്ടികളാണ് കിട്ടുക പെട്രോൾ വണ്ടി എടുക്കുമ്പോൾ. പക്ഷേ നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ നമ്മളൊരു വണ്ടി എടുത്താൽ മാക്സിമം ഒരു 8 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം വരെ നമ്മളെന്തായാലും അത് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ, നിശ്ചിത കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഡെയിലി ഓടുന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്ററിന് മുകളിൽ നമ്മളൊരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് EV തന്നെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ.